ഹായ്, എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, നമുക്കിന്ന് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ എഗ് നൂഡിൽസ് ഉണ്ടാക്കിയാലോ? വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് വളരെ കുറഞ്ഞ ചിലവില്ല. അതായത് റെസ്റ്റോറൻറ്റിൽ ഇപ്പോൾ ഒരു പ്ലേറ്റ് നൂഡിൽസ് കിട്ടാൻ എത്ര പൈസ വരും, പക്ഷേ അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതിവിടെ ഒരു വെജ് നൂഡിൽസാണ് വാങ്ങിച്ചിട്ടുള്ളത്. അത് നമ്മൾ ഇതുപോലെ അടുപ്പത്ത് വെച്ച് വേവിച്ച് സ്ട്രെയിനറിലേക്ക് ഒന്ന് ഇട്ട് അതിൻ്റെ വെള്ളമൊക്കെ അങ്ങനെ കളയാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് നല്ല രീതിയിൽ വെള്ളം ഇതായപ്പോൾ ഞാനൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അതിലൊരു ഒട്ടലുണ്ടാവും, അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വീണ്ടും ഒന്ന് സ്ട്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതുപോലെ എന്താ പറയുക ക്യാപ്സിക്കവും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റുന്നുണ്ട്. ചെറുതായി ഒന്ന് വഴന്ന് വരുമ്പോൾ ഇതിൻ്റെ കളറൊന്നും പോകരുത്. ഒരു ഹാഫ് കുക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ കുക്ക് ചെയ്താൽ മതി കേട്ടോ. ഒരുപാട് വേവിക്കൊന്നും വേണ്ട. അതുപോലെ തന്നെ ക്യാരറ്റും ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇതാക്കി എടുക്കുക, ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ ഒന്ന് വെന്ത് ചെറുതായിട്ട് ഹാഫ് കുക്കായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം നമ്മൾ സ്ക്വയറായിട്ടാണ് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസൊക്കെ. പക്ഷേ ഇതിനേക്കാൾ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും നമ്മൾ സ്ലൈസ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടാ നൂഡിൽസ് കാണാനൊക്കെ. അപ്പോൾ ഇതൊന്നൊരു ഹാഫ് കുക്കായി വന്ന സമയത്ത് നമ്മളിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വലിയ സവോള അരിഞ്ഞ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ അതൊരു നല്ല രീതിയിലായി വരുന്ന നേരത്ത് ഇതൊക്കെ സൈഡിലേക്കൊന്ന് മാറ്റിയിട്ട് അതിൽ 2 മുട്ട നമ്മൾ നടുവിൽ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി മുട്ടയിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എന്താ പറയുക, ഇനി അത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. മുട്ട കുത്തിപ്പൊരിക്കുന്ന രീതി ഉണ്ടല്ലോ, ആ രീതിയിൽ മുട്ട അങ്ങനെ കുത്തിപ്പൊരിച്ച് എടുക്കുക. അങ്ങനെ ഇത് കുക്കായി ഇങ്ങനെ ഈ രീതിയിലൊക്കെ വന്നു തുടങ്ങുമ്പോൾ നമ്മൾ എല്ലാ വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്ത് ഇതങ്ങ് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമ്മൾ നല്ല രീതിയിൽ ഇതൊന്ന് ഡ്രൈ ആയി വരുന്ന വരെ ഒന്ന് ഇതാക്കി എടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ പണി, വേറെ പണിയൊന്നുമില്ല. ഇപ്പോൾ ഈ സമയത്തൊന്ന് നമ്മൾ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് വന്ന സമയത്ത് എന്താ പറയുക, ഉപ്പ് നമുക്ക് ഈ സമയത്തൊന്ന് നോക്കിയിട്ട് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ ഇതുപോലെ സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഈ നൂഡിൽസ് ഉണ്ടല്ലോ അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ പണി കഴിഞ്ഞിട്ട് എത്രയുള്ളൂ നമ്മുടെ നൂഡിൽസ് ഉണ്ടാക്കാൻ. ഇനി ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്, നല്ല ഇതുമാണ്. ഇനി നമ്മൾക്ക് സെർവ് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ. പ്ലേറ്റിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേ എന്നും പറയാറുള്ള പോലെ തന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ ടച്ച് ചെയ്യുക, ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ നൂഡിൽസ് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ശരിക്കും നമ്മൾ ആ ഒരു ഇതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ടേസ്റ്റാണ് എനിക്ക് ഇതിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായി. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ പറയുക. അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ നൂഡിൽസ്? കാണാനും ലുക്കില്ലേ, അപ്പോൾ കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇനി നമ്മളിതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് ഇട്ട് ഡെക്കറേറ്റ് അങ്ങോട്ട് ചെയ്ത് കൊടുത്തപ്പോൾ ഉണ്ടല്ലോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.